ചോദ്യം 1. ധാരാളം ചവർക്കാരം തേച്ച് ചാരവെള്ളം കൊണ്ട് കഴുകിയാലും യഹോവയുടെ മുൻപിൽ മലിനമായിരിക്കുന്നത് എന്താണ്? ഉത്തരം: ഇസ്രായേലിൻ്റെ അകൃത്യം. ചോദ്യം 2. ധാരാളം ചവർക്കാരം തേച്ച് ചാരവെള്ളം കൊണ്ട് കഴുകിയാലും ഇസ്രായേലിൻ്റെ അകൃത്യം യഹോവയുടെ മുൻപിൽ എന്തായിരിക്കുന്നു എന്നാണ് യഹോവയായ കർത്താവ് അരുളി ചെയ്തത്? ഉത്തരം: മലിനമായിരിക്കുന്നു എന്ന്. ചോദ്യം 3. ഞാൻ മലിനമായിട്ടില്ല, ഞാൻ ബാൽ വിഗ്രഹങ്ങളോട് ചേർന്ന് നിന്നിട്ടില്ല എന്ന് നിനക്ക് എങ്ങനെ അറിയാം? ആരെക്കുറിച്ചാണ് യഹോവ ഇപ്രകാരം പറയുന്നത്? ഉത്തരം: ഇസ്രായേലിനെ കുറിച്ച്. ചോദ്യം 4. വഴിയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും വിരഞ്ഞോടുന്ന പെണ്ണൊട്ടകമെന്ന് യഹോവ ആരെക്കുറിച്ചാണ് പറയുന്നത്? ഉത്തരം: ഇസ്രായേലിനെ കുറിച്ച്. ചോദ്യം 5. വഴിയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും വിരഞ്ഞോടുന്ന എന്തിനോടാണ് ഇസ്രായേലിനെ താരതമ്യം ചെയ്യുന്നത്? ഉത്തരം: പെണ്ണൊട്ടകത്തോട്. ചോദ്യം 6. മരുഭൂമി ശീലിച്ച് അതിമോഹം പൂണ്ട് കിഴയ്ക്കുന്ന ആരെന്നാണ് ഇസ്രായേൽ ജനത്തെക്കുറിച്ച് യഹോവ പറയുന്നത്? ഉത്തരം: കാട്ടുകഴുത. ചോദ്യം 7. ചെരിപ്പ് ഊരിപ്പോകാതെ വണ്ണം എന്തിനെ സൂക്ഷിക്കാനാണ് ദൈവം ഇസ്രായേലിനോട് കൽപ്പിച്ചത്? ഉത്തരം: കാലിനെ. ചോദ്യം 8. വരണ്ടു പോകാതെ വണ്ണം സൂക്ഷിക്കേണ്ടത് എന്തിനെയാണ് എന്നാണ് യഹോവ ഇസ്രായേലിനോട് അരുളി ചെയ്തത്? ഉത്തരം: തൊണ്ടയെ. ചോദ്യം 9. ഞാൻ അന്യന്മാരെ സ്നേഹിക്കുന്നു, അവരുടെ പിന്നാലെ ഞാൻ പോകും എന്ന് പറഞ്ഞതാരാണ്? ഉത്തരം: ഇസ്രായേൽ. ചോദ്യം 10. താഴ്വരയിലെ നിന്റെ നടപ്പ് വിചാരിക്ക, നീ ചെയ്തത് ഓർക്കുക. ആരെക്കുറിച്ചാണ് യഹോവ അരുളി ചെയ്തത്? ഉത്തരം: ഇസ്രായേലിനെ കുറിച്ച്. ചോദ്യം 11. ഇസ്രായേൽ ഗൃഹം എങ്ങനെ ലജ്ജിച്ചു പോകും എന്നാണ് യഹോവ അരുളി ചെയ്തത്? ഉത്തരം: കള്ളനെ പിടിക്കുമ്പോൾ അവൻ ലജ്ജിച്ചു പോകുന്നത് പോലെ. ചോദ്യം 12. കള്ളനെ കണ്ടുപിടിക്കുമ്പോൾ അവൻ ലജ്ജിച്ചു പോകുന്നത് പോലെ ലജ്ജിച്ചു പോയത് ആരെല്ലാം ആണ്? ഉത്തരം: ഇസ്രായേൽ ഗൃഹവും അവരുടെ രാജാക്കന്മാരും പ്രഭുക്കന്മാരും പുരോഹിതന്മാരും പ്രവാചകന്മാരും. ചോദ്യം 13. ഇസ്രായേൽ ഗൃഹം നീ എൻ്റെ അപ്പൻ എന്ന് എന്തിനോടാണ് പറയുന്നത്? ഉത്തരം: മരത്തോട്. ചോദ്യം 14. ഇസ്രായേൽ ഗൃഹം നീ എന്നെ പ്രസവിച്ചവൾ എന്ന് എന്തിനോടാണ് പറയുന്നത്? ഉത്തരം: കല്ലിനോട്. ചോദ്യം 15. ഇസ്രായേൽ ഗൃഹം ദൈവത്തിങ്കലേക്ക് തിരിച്ചിരിക്കുന്നത് മുഖമല്ല, എന്നാൽ അത് എന്താണ് എന്നാണ് യഹോവ അരുളി ചെയ്യുന്നത്? ഉത്തരം: മുതുക്. ചോദ്യം 16. കഷ്ടകാലത്ത് ഇസ്രായേൽ ഗൃഹം യഹോവയോട് എന്തു പറയുമെന്നാണ് യഹോവ അരുളി ചെയ്യുന്നത്? ഉത്തരം: നീ എഴുന്നേറ്റ് ഞങ്ങളെ രക്ഷിക്കണമേ എന്ന്. ചോദ്യം 17. തങ്ങളുടെ പട്ടണങ്ങളുടെ എണ്ണത്തോളം ദേവന്മാരുള്ളത് ആർക്കാണ്? ഉത്തരം: യഹൂദയ്ക്ക്. ചോദ്യം 18. ആരെ അടിച്ചത് വ്യർത്ഥമായി എന്നാണ് യഹോവ പറയുന്നത്? ഉത്തരം: യഹൂദയുടെ മക്കളെ. ചോദ്യം 19. നശിപ്പിക്കുന്ന സിംഹത്തെപ്പോലെ യഹൂദയുടെ വാൾ ആരെ കൊന്നുകളഞ്ഞു എന്നാണ് യഹോവ അരുളി ചെയ്തത്? ഉത്തരം: യഹൂദയുടെ പ്രവാചകന്മാരെ.
ചോദ്യം 20. ദൈവത്തിൻ്റെ ജനം യഹോവയുടെ അടുക്കൽ ഇനി വരികയില്ല എന്ന് അവർ പറയുന്നതിന് കാരണമായി ദൈവം ഇസ്രായേലിന് ആരായിരുന്നു എന്നാണ് ദൈവം ചോദിക്കുന്നത്. ഉത്തരം: ദൈവം ഇസ്രായേലിന് മരുഭൂമിയും അന്ധകാര പ്രദേശവും ആയിരുന്നുവോ എന്ന്. ചോദ്യം 21. ഒരു കന്യക തൻ്റെ ആഭരണങ്ങളും ഒരു മണവാട്ടി തൻ്റെ അരക്കച്ചയും മറക്കുമോ? ഇതിൽ കന്യക, മണവാട്ടി ഈ ഉപമകൾ ആരെക്കുറിച്ചാണ് പറയുന്നത്? ഉത്തരം: ഇസ്രായേലിനെ. ചോദ്യം 22. ഇസ്രായേൽ തൻ്റെ വഴി ചേലാക്കുന്നത് എന്തിനാണ്? ഉത്തരം: പ്രേമം അന്വേഷിക്കേണ്ടതിന്. ചോദ്യം 23. ഇസ്രായേൽ തൻ്റെ വഴി ചേലാക്കുന്നത് ആരെയും കൂടി അവർ അഭ്യസിപ്പിച്ചിരിക്കുന്നു? ഉത്തരം: ദുർനടപ്പുകാരത്തികളെ. ചോദ്യം 24. ഇസ്രായേലിൻ്റെ ഉടുപ്പിൻ്റെ വിളുമ്പിൽ എന്ത് കാണുന്നു എന്നാണ് യഹോവ അരുളി ചെയ്തത്? ഉത്തരം: കുറ്റമില്ലാത്ത സാധുക്കളുടെ രക്തം. ചോദ്യം 25. ഇസ്രായേലിൻ്റെ ഉടുപ്പിൻ്റെ വിളുമ്പിൽ കുറ്റമില്ലാത്ത സാധുക്കളുടെ രക്തം കാണുന്നതിനാൽ യഹോവ എന്ത് ചെയ്യുമെന്നാണ് അരുളി ചെയ്തത്? ഉത്തരം: ഇതിനായി ന്യായവാദം കഴിക്കും. ചോദ്യം 26. പാപം ചെയ്തിട്ടില്ല എന്ന് ഇസ്രായേൽ പറയുന്നതുകൊണ്ട് യഹോവ എന്തു ചെയ്യുമെന്നാണ് പറയുന്നത്? ഉത്തരം: യഹോവ ഇസ്രായേലിനോട് വ്യവഹരിക്കും. ചോദ്യം 27. അശ്ശൂരിൽ ലജ്ജിച്ചു പോയതുപോലെ ഇസ്രായേൽ എവിടെ ലജ്ജിച്ചു പോകുമെന്നാണ് യഹോവ അരുളി ചെയ്തത്? ഉത്തരം: മിസ്രയീമിൽ. ചോദ്യം 28. തലയിൽ കൈവച്ചുകൊണ്ട് ഇസ്രായേൽ എവിടെ നിന്നും ഇറങ്ങിപ്പോരേണ്ടി വരുമെന്നാണ് യഹോവ അരുളി ചെയ്തത്? ഉത്തരം: മിസ്രയീമിൽ നിന്നും. ചോദ്യം 29. ഇസ്രായേൽ ആശ്രയിച്ചവരെ തള്ളിക്കളഞ്ഞത് ആരാണ്? ഉത്തരം: യഹോവ. ചോദ്യം 30. അവരെക്കൊണ്ട് നിനക്കൊരു ഗുണവും വരികയില്ല. ആരെക്കൊണ്ട്? ആർക്ക്? ഉത്തരം: മിസ്രയീമ്യരെ കൊണ്ട് ഇസ്രായേലിന്.